രാവിലെ 10 മണിയോടെ ആരംഭിച്ച നാടക മത്സരങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 7 മണിക്കൂർ പിന്നിടുകയാണ്. 7 മണിക്കൂർ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന നാടക പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും നാടകവേദിയിൽ ഒരു തിരക്കിന്റെ കുറവില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യവും. ഓരോ സീറ്റുകളും നിറഞ്ഞു കവിയുകയാണ്. കൂടാതെ ടാഗോർ തിയേറ്ററിന്റെ മുക്കും മൂലയിലും ആൾക്കൂട്ടങ്ങൾ തമ്പടിച്ച് അടുത്ത കർട്ടൻ ഉയരുന്നതും കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ 3ാം ക്ലസ്റ്റർ മത്സരങ്ങളാണ്. ഇപ്പോൾ ഈ കണക്കിനാണ് മത്സരങ്ങളുടെ പുരോഗതിയെങ്കിൽ ഒരുപക്ഷെ രാത്രി വൈകിയും നാടക മത്സരം തുടരും. അപ്പോഴും വലിയ ആൾത്തിരക്ക് ടാഗോർ തിയേറ്ററിൽ അനുഭവപ്പെടും എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്ന നാടക മത്സരങ്ങളോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണം എടുക്കുമ്പോൾ ഇനിയും ഈ നിലവാരമുള്ള മത്സരങ്ങൾ വേദിയിലേക്ക് എത്തും, നാടകങ്ങൾ വേദിയിലേക്ക് എത്തും എന്ന ഉറപ്പ് പ്രേക്ഷകർക്ക് തന്നെയും ഉണ്ട്. അതാണ് ഈ വേദി പ്രകടിപ്പിക്കുന്നതും എന്നുള്ളതാണ്. പലയിടങ്ങളിലും ആളുകൾക്ക് കയറിയിരിക്കാനുള്ള സൗകര്യമില്ല, സ്ഥലമില്ലാത്ത രീതിയിൽ തടിച്ചുകൂടുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പലർക്കും സ്ഥലം കിട്ടാതെ പുറത്ത് ടാഗോർ തിയേറ്ററിന് പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളുമുണ്ട്. വലിയ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്ന് തോന്നുന്നു. എങ്ങനെ ഈ ഇരിപ്പിടം പിടിച്ചത് വെച്ച് പ്രയാസപ്പെട്ടിട്ടാണല്ലോ? അതെ, വളരെ ബുദ്ധിമുട്ടി. കാരണം വന്ന മുതലേ വൻ തിരക്കായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നാടകം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലം കിട്ടി. അപ്പോൾ ഫുള്ള് ഒന്നും തള്ളാണ്. ഇടയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പടിയിലിരിക്കാൻ പ്രയാസമുണ്ട്, എന്നാലും ഇരിക്കാൻ തന്നെയാണ് തീരുമാനം. അതെ, ഇരിക്കാൻ തന്നെയാണ്. നാടകങ്ങൾ കണ്ടിട്ട് പോകുന്നുള്ളൂ എന്നുള്ള തീരുമാനം തന്നെ. എങ്ങനെയുണ്ട് നിലവിൽ കണ്ട നാടകങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? നിലവിൽ കണ്ട നാടകങ്ങളൊക്കെ കൊള്ളാം. എല്ലാം നല്ല മികച്ച സ്റ്റാൻഡേർഡ് കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് കാണാം. നാടകങ്ങളുടെ ഒരു നിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ അതിലെടുക്കുന്ന പ്രതിപാദ്യ വിഷയങ്ങൾ തന്നെയുണ്ട്. സാധാരണ പൊതുവെ കണ്ടുവരുന്ന സാമൂഹ്യ പ്രതിബദ്ധതയും അതുപോലുള്ള ജാതി രാഷ്ട്രീയം, മറ്റു പൊളിറ്റിക്സുകൾ പറയുന്ന നാടകങ്ങളാണ് പൊതുവിൽ വേദിയിൽ വന്നതെങ്കിലും അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ എപ്പോഴും പുതുമ കൊണ്ടുവരാൻ കഴിയുന്ന നിരവധി നാടകങ്ങൾ വേദിയിൽ ഇപ്പോൾ തന്നെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ഒരു പ്രസക്തമായി തന്നെ പറയേണ്ടത് രാവിലെ 4ാമതായി കളിച്ച നാടകമാണ്. അസാധാരണമായ ഒരു പെർഫോമൻസ് ആ ടീം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. പാലക്കാട് നിന്നെത്തിയ കുട്ടികളായിരുന്നു ആ നാടകം അവതരിപ്പിച്ചത്. അതൊരു സുസ്മേഷ് ചന്ദ്രോത്ത് എന്ന നോവലിസ്റ്റിന്റെ കട്ടക്കയം പ്രണയകഥ എന്ന നോവലിൽ നിന്ന് ഇൻസ്പയർ ആക്കിക്കൊണ്ട് പുതിയ ഒരു മറ്റൊരു രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയായിരുന്നു. വലിയ മികച്ച പ്രതികരണം അതിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം. എങ്ങനെയുണ്ട് നാടകങ്ങൾ? ഏതാണ് നിലവാരം പുലർത്തുന്ന രീതിയിലാണോ? കണ്ടന്റ് വൈസ് നല്ലതാണ്, മെസ്സേജ് വൈസ് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, പ്രോപ്പർട്ടിയുടെ ഉപയോഗം നല്ലതാണ്. വളരെ നന്നായിട്ട് പ്രൊഫഷണൽ നാടകങ്ങളെ വെല്ലുന്ന രീതിയിൽ ആണ് നാടകങ്ങൾ ചെയ്യുന്നത്. ഞാൻ പ്രൊഫഷണൽ നാടകം ഒരുപാട് കാണുന്ന ആളാണ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ. രാവിലെ വന്ന് മുതൽ ആദ്യം കുറേ നാടകം നിന്ന് കണ്ടു, പിന്നെ തറയിലിരുന്ന് കണ്ടു. കസേര കിട്ടി, ഊണ് കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. കാരണം ഈ കസേര പോവും, മുഴുവൻ കണ്ടിട്ട് പോകുന്നുള്ളൂ. ഏതെങ്കിലും ഒരു നാടകം എടുത്തു പറയാൻ ഉള്ളതുണ്ടോ? അതിന്റെ ശരിക്കും ഞാൻ എൻ്റെ പേരുകൾ ആ ജീപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന നാടകം സാങ്കേതികപരമായിട്ട് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കണ്ടന്റ് വൈസും കയമാണ് അല്ലെ, കയം. ഞാൻ പേര് അനൗൺസ് ചെയ്ത് കേട്ടില്ല. അത് വളരെ സാങ്കേതികമായിട്ട് അതായിട്ട് തോന്നി. എല്ലാ നാടകങ്ങളും കമ്പാരിറ്റീവ്ലി വളരെ ബെറ്ററാണ്. നല്ല ആക്ടിങ് ആണ്. കുട്ടികൾ നന്നായിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആരായിരിക്കും ബെസ്റ്റ് ആക്ടർ, കണ്ട നാടകം വെച്ച് നടി ആരാണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കമ്പാരിറ്റീവ്ലി എന്നാലും ഒരു സാധ്യത ഞാൻ ഇത്രയും കണ്ടത് വെച്ച്, കാരണം എനിക്കൊരു പേര് കിട്ടിയില്ല പല നാടകങ്ങളുടെയും. ഇപ്പോഴും കണ്ട നാടകത്തിലെ പെൺകുട്ടി അത് നന്നായിരുന്നു. അതിന് ആദ്യം ചിരിയിൽ തുടങ്ങി കരച്ചിൽ, അതിൻ്റെ പല ഭാവങ്ങളൊക്കെ ചെയ്തു വന്നത് കണ്ടു. എല്ലാം കണ്ടു കഴിഞ്ഞാലേ നമുക്ക്. കയത്തിലെ തന്നെ ജോയി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത് കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു, കള്ളുകുടിയനായിട്ട് ജോയി. അത് നന്നായിരുന്നു. അവര് ശരിക്കും ജോയി നന്നായിരുന്നു. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ സാധ്യതകളുണ്ടായിരുന്നു അതിനകത്ത്. മികച്ചൊരു ഡയറക്ടർ വർക്കാണ്. തീർച്ചയായിട്ടും മികച്ച ഡയറക്ടർ. പ്രോപ്പർട്ടിയുടെ ഉപയോഗം ഞാൻ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. കാരണം ഒരേ സാധനം തന്നെ പല ആവശ്യങ്ങൾ, ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് വാഹനം, ഒരേ ജീപ്പ് തന്നെ 2 എണ്ണമാകുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ്സ്, മറ്റേ ഒരു വർക്ക്ഷോപ്പിലെ മെഷീനറി, ടൂൾസ്, ഡയലോഗ് ഡെലിവറി, മൂവ്മെൻറ്റ്സ്, സ്റ്റേജിൻ്റെ സാധ്യതകൾ പരമാവധി അതിനകത്ത് ഉപയോഗിച്ചു. ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. നന്നായി.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച കയം എന്ന നാടകത്തെ കുറിച്ചായിരുന്നു അദ്ദേഹം പറയുന്നത്. അത് പാലക്കാട് നിന്നുള്ള ഒരു കൂട്ടം കുട്ടികളെ ഇവിടെ സ്ഥിരമായി IFFK വരാറുള്ള ശരത് എന്നും അദ്ദേഹത്തിന്റെ സുഹൃത്ത് മജീദ് എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് സംവിധാനം ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. നമ്മുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. ഏതായാലും മികച്ച പ്രതികരണ നാടകങ്ങൾക്ക് പ്രത്യേകമായി ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. വേദി ഇങ്ങനെ പോയാൽ ദീർഘനേരം ഇങ്ങനെ തന്നെ നിറഞ്ഞ് കവിഞ്ഞ് തന്നെ നിൽക്കും. രാത്രി വൈകിയും മത്സരങ്ങൾ നടക്കുമ്പോഴുണ്ടാകുന്ന തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നതേ ഉള്ളൂ. എസ് അനോഷിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.